ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. 4 പ്ലാന്റുകൾ 150 രൂപക്കാണ് ഇതിൽ നൽകുന്നത്. ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്തിട്ട് ഏത് 4 പ്ലാന്റ് സെലക്ട് ചെയ്താലും അതിന് 150 രൂപ ആവുന്നുള്ളൂ. ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് ചെയ്ത് ചോദിച്ചിരുന്നു നിങ്ങൾ എന്താ ഓഫർ സെയിൽ വീഡിയോ ഇടാത്തതെന്ന്. അപ്പോൾ അവർക്കും ഇനി പുതുതായിട്ട് വരുന്ന സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇതിൽ. അപ്പോൾ കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ നമ്മൾ കുറച്ച് പ്ലാന്റുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഉൾപ്പെടാത്ത ഒരുപാട് പ്ലാന്റുകൾ ഇതിലുണ്ട് കേട്ടോ. കലാത്തിയ, അഗ്ലോണിമ, ഡിഫൻബാച്ചിയ, അതുപോലെ അലോക്കേഷ്യ, സാൻസവേരിയ, മറ്റ് ഇൻഡോർ പ്ലാന്റുകളും ഒരുപാട് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. പീസ് ലില്ലിയുടെ 3 വെറൈറ്റീസ് ഉണ്ട്. വെരിക്കേറ്റഡ് പീസ് ലില്ലി ഉണ്ട്, റൗണ്ട് ലീഫുള്ള പീസ് ലില്ലിയും ഉണ്ട്, നോർമൽ പീസ് ലില്ലികളും ഉണ്ട് കേട്ടോ. അതുപോലെ കലാത്തിയുടെ ഒരുപാട് വെറൈറ്റീസ് ഇതിലുണ്ട്. അലോക്കേഷ്യയുടെ ഒരു ബിഗ് ലീഫുള്ള ഒരു പ്ലാന്റാണിത്. ഇതൊക്കെ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ നല്ല ഭംഗിയാണ്. പ്ലാന്റ് വാങ്ങുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഇൻഡോർ വെക്കണോ ഔട്ട്ഡോർ വെക്കണോ, ഏതൊക്കെ പ്ലാന്റ് വെക്കണം എന്നൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ടാവും. ഇതാണ് വെരിക്കേറ്റഡ് പീസ് ലില്ലി. ഇതിൻ്റെ ലീഫിലൊക്കെ വൈറ്റ് വെരിക്കേറ്റഡ് ആയിട്ടുണ്ടാവും. കലാത്തിയ വളർത്തുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, നല്ല ഷെയ്ഡഡ് ഏരിയയിൽ തണുപ്പ് ഉള്ള സ്ഥലങ്ങളിൽ വെക്കണം. മരത്തിൻ്റെ ചോട്ടിലോ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യണം. ഇപ്പോൾ നല്ല ചൂടായത് കാരണം അതിൻ്റെ ലീഫുകൾ കണ്ടോ നല്ല ചുരുണ്ട് യെല്ലോ കളറായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഏരിയയിൽ സെറ്റ് ചെയ്യാൻ നോക്കണം. ഒരുപാട് വെറൈറ്റി ഹാങ്ങിങ് പ്ലാന്റ്സുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ഫോട്ടോ ഞാൻ വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തരാം. ഒരുപാട് വെറൈറ്റി പോത്തോസുകളുണ്ട് കേട്ടോ. മണി പ്ലാന്റിൻ്റെ വെറൈറ്റിയിൽപ്പെട്ട ഇത് ഡിഫൻബാച്ചിയുടെ പുതിയൊരു വെറൈറ്റിയാണ്. നല്ല വലിയ പ്ലാന്റ് ആവും ഇത്. നല്ല ഭംഗിയാണ്, ഇൻഡോർ സെറ്റ് ചെയ്യാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അതുപോലെ സാൻസവേരിയുടെ വേറൊരു വെറൈറ്റീസാണ്. അധികം ഉയരം വെക്കാതെ പോട്ട് നിറയെ ഉണ്ടാവുന്ന ഒരു പ്ലാന്റാണ്. ഇത് സാൻസവേരിയുടെ നോർമൽ വെറൈറ്റിയാണ് കേട്ടോ. ഇതുപോലത്തെ പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയായിരിക്കും. അതുപോലെ ഇത് സാൻസവേരിയുടെ വേറൊരു വെറൈറ്റിയാണ്. അതിൻ്റെ അടിയിലെ ലീഫ് കണ്ടോ വൈറ്റ് കളറിൽ, അതുപോലത്തെ ആണ്. അതിൽ നിന്ന് പ്ലാന്റുകൾ ഉണ്ടായതാണിത്. പക്ഷെ ഇതിന് വെയിൽ ഓവർ ആയതുകൊണ്ട് കളർ മാറിപ്പോയതാണ്. ഇത് നിങ്ങൾക്ക് ഇൻഡോർ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഭംഗിയുള്ള പ്ലാന്റാണ്. വൈറ്റ് പോട്ടിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. ഇതിന് ഷെയ്ഡഡ് ഏരിയ ആണ് വേണ്ടത്. ഓവർ വെയിലടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലീഫിൻ്റെ കളർ മാറും. ഇതാണ് റൗണ്ട് പീസ് ലില്ലി. ഇതിൽ ഫ്ലവർ വരും. ഇതാണ് ബ്ലാക്ക് അലോക്കേഷ്യ. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് കേട്ടോ. ഇതിൻ്റെ വലിയ പ്ലാന്റിൻ്റെ ഫോട്ടോ ഞാൻ ഇടാം. ഇത് അഗ്ലോണിമ സ്നോ വൈറ്റ് ആണ് കേട്ടോ. നല്ല ബുഷിയായിട്ട് പോട്ടിൽ നിറയെ ഉണ്ടാവും. അധികം കെയറിങ് ഒന്നും വേണ്ട. ഇതാണ് ജിഞ്ചർ പ്ലാന്റ്. ഇത് നല്ല ഭംഗിയാണ് കേട്ടോ. അതിൻ്റെ ലീഫിൻ്റെ കളറ്. ഇതൊരു അഗ്ലോണിമ വെറൈറ്റിയിൽപ്പെട്ട പ്ലാന്റാണ്. എല്ലാം ബുഷിയായി വളരുന്ന നല്ല പ്ലാന്റുകളാണ്. ഇത് അഗ്ലോണിമ ക്യൂനാണ് കേട്ടോ. അതും തന്നെ പോട്ട് ബുഷിയായിട്ട് വളരുന്നുണ്ട്. ഇത് കലാത്തിയ വൈറ്റ് സ്റ്റാർ ആണ്. ചില പ്ലാന്റുകളുടെ പേരൊന്നും എനിക്ക് അറിയുന്നില്ല. അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ നമുക്കൊന്ന് കമൻറ്റ് ചെയ്യാം. നമുക്കെല്ലാവർക്കും അറിഞ്ഞിരിക്കാമല്ലോ. ഇത് നല്ല വലിയ ലീഫാണ് ഇതിൻ്റെ ലീഫുകൾ വരുന്നത്. ഇതാണ് നോർമൽ പീസ് ലില്ലി. ഇതിലും നല്ല ഫ്ലവർ ഉണ്ടാവും. ഇതിൻ്റെ നല്ല ഫോട്ടോയും ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതും ഡിഫൻബാച്ചിയ വെറൈറ്റിയാണ്. ഇത് പോട്ട് നിറയെ ഉണ്ടാവും. നേരത്തെ കാണിച്ച വെറൈറ്റി അല്ല, അതിലും ഡിഫറെൻ്റ് ആയിട്ട് വൈറ്റ് കളറ് ലീഫാണ് വരുന്നത് ഇതിൽ. ഇത് നേരത്തെ കാണിച്ച പീസ് ലില്ലി തന്നെ. ഇതിലിപ്പോൾ ഫ്ലവർ വന്നിട്ടുണ്ട്. നല്ല പ്ലാന്റാണ് കേട്ടോ. അടിപൊളിയാണ്. ഇത് കുറേ വീടിൻ്റെ ഷെയ്ഡ് ഏരിയയിലൊക്കെ ഒരുപാട് വെക്കാൻ നല്ല ഭംഗിയാണ്. ഇതൊരു പീസ് ലില്ലിയാണ്.
സിൽവർ അലോക്കേഷ്യയാണ്. നല്ല അടിപൊളി പ്ലാന്റ് ആട്ടോ. ഇൻഡോറായിട്ടും ഷെയ്ഡ് ഏരിയയിൽ വെക്കാനൊക്കെ പറ്റിയ പ്ലാന്റാണ്. പിന്നെ റേറ്റ് കൂടിയ പ്ലാന്റുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ ഞാൻ ഫോട്ടോ അയച്ചു തരാം. ഈ വീഡിയോയിൽ കാണിക്കുന്ന ഒട്ടുമിക്ക പ്ലാന്റുകളും ഇൻഡോറായിട്ടും ഷെയ്ഡ് ഏരിയയിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റുകളാണ്. ഔട്ട്ഡോർ ആയിട്ട് വെക്കാൻ പറ്റിയ പ്ലാന്റുകൾ കുറവാണ്. ഗ്രൗണ്ട് ഓർക്കിഡും അതുപോലെ മറ്റ് സാൻസവേരിയ കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ. എന്നാലും സാൻസവേരിയ ഇൻഡോറായിട്ട് ഔട്ട്ഡോറായിട്ടൊക്കെ വെക്കാം. നമ്മുടെ ഓഫർ സെയിൽ വീഡിയോയിലെ പ്ലാന്റുകൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.